മുഖ്യമന്ത്രി എപ്പോഴും പറയുന്ന ഒരു വാചകമുണ്ട്, വികസനത്തിന്റെ സ്വാദ് എല്ലാവരിലേക്കും എത്തണം, വികസനത്തിന്റെ സ്പർശം എല്ലാ ഇടങ്ങളിലേക്കും എത്തണമെന്ന്. നമ്മുടെ ഇന്നത്തെ കേരളത്തിന്റെ പ്രത്യേകത എന്താണ്? എവിടെ ഫ്രെയിം വെച്ചാലും അവിടെ നമ്മളിലേക്ക് എത്തുന്നത് വികസനത്തിന്റെ കാഴ്ചകൾ തന്നെയാണ്. നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് വന്നിട്ടുണ്ടാകും, നമ്മുടെ നിർഭൻ ചക്രവർത്തി അല്പം മുമ്പ് നമ്മളോട് ഈ രാഷ്ട്രീയ പുതുയുഗ സമാപന സമ്മേളനത്തിനെ കുറിച്ച് പറഞ്ഞ ആ ഒരു ഇടം ആരുടെയെങ്കിലും മനസ്സിലേക്ക് പെട്ടെന്ന് എത്തുന്നുണ്ടോ? ഞാൻ അധികം നോക്കുകയായിരുന്നു. അതൊരു ഓപ്പൺ ജിമ്മാണ്. നിർഭൻ ചക്രവർത്തി നമ്മളോട് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പുറകിൽ ധാരാളം ആളുകൾ അവിടെ വ്യായാമം ചെയ്യുവാൻ എത്തുന്നുണ്ട്. അതൊരു നല്ല ഇടമായിട്ട് കാണുന്നുണ്ട്. നമുക്ക് അവിടേക്കൊന്ന് പോയാലോ? അവിടെ നിന്ന് നിർഭൻ ചക്രവർത്തി ഒരിക്കൽ കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. നിർഭൻ, ഈ ഒരു ലൈവ് ആദ്യം തന്നപ്പോൾ തന്നെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ്, അതൊരു ഓപ്പൺ ജിമ്മാണ്. അവിടെ തൊട്ടുപുറകിൽ ഒരു മഞ്ഞ ഷർട്ടിട്ട് ഒരു ചേട്ടൻ നിന്ന് വ്യായാമം ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? ഏതാണ് ആ ഓപ്പൺ ജിം? അതിന്റെ വിശദാംശങ്ങൾ കൂടി നമുക്ക് അവരിലേക്ക് കൂടി ഒന്ന് പോകാം അല്ലേ? തീർച്ചയായും സിന്ധൂരി, അതിൻ്റെ ഒരു കൗതുകം അത് ജനങ്ങളെ കൂടി പ്രേക്ഷകരെ കൂടി അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അതിലൊരു ഇടപെടൽ നടത്തുന്നത്. ഇത് തിരുവനന്തപുരത്ത്, പ്രത്യേകിച്ച് കേരളത്തിൽ ആർക്കും പരിചയപ്പെടുത്തി കൊടുക്കാൻ ഉണ്ടാത്ത ഒരു സ്ഥലമാണ്. ആറ്റുകാലാണ്. ആറ്റുകാലിലെ ഒരു ഓപ്പൺ ജിമ്മാണ്. ഇത് പറയാനുള്ള രണ്ടാമത്തെ കാര്യം, ഇവിടെ നിരവധി പേർ രാവിലെ വന്ന് സൗജന്യമായി ഇവിടെ വന്ന് ഈ ജിം ഉപയോഗിക്കുന്നു. എല്ലാ ഉപകരണങ്ങളും ഈ ജിമ്മിലുണ്ട്. നമ്മൾ രാവിലത്തെ ഈ ലൈവ് കൊടുക്കുന്ന ഘട്ടത്തിൽ സിന്ധൂരി തന്നെ പറഞ്ഞതാണ്, ആ ഘട്ടത്തിൽ നിരവധി പേരുണ്ടായിരുന്നു. രാവിലെ തന്നെ പുലർച്ചെ 5:30 മണി 6 മണിയോടുകൂടി തന്നെ ഈ ഓപ്പൺ ജിം ഉപയോഗിക്കാൻ നിരവധി പേർ എത്തും. മറ്റൊരു കാര്യം കൂടി കൂട്ടിച്ചേർക്കാനുണ്ട്. ഇത് ഈ ഓപ്പൺ ജിം സ്ഥാപിച്ചത് കഴിഞ്ഞ നഗരസഭയാണ് ആറ്റുകാലിൽ ഇങ്ങനൊരു ഓപ്പൺ ജിം ഇവിടെ സ്ഥാപിക്കുന്നത്. ഈ ഓപ്പൺ ജിം സമാനമായ നിരവധി ഈ കായിക ഇടങ്ങൾ കഴിഞ്ഞ നഗരസഭയുടെ കാലത്ത് വിവിധ ഭാഗങ്ങളിൽ നിർമ്മിക്കുകയും അത് തുടർച്ചയായി അതിൻ്റെ മെയിൻ്റെനൻസ് അടക്കം നടത്തി മുന്നോട്ട് പോവുകയും ചെയ്തു. അതിലൊരു പ്രധാനപ്പെട്ട ഇടമാണ് ആറ്റുകാൽ കാണുന്നത്. ഒരു അച്ഛനും മകളുമാണ്. രാവിലെ നമ്മൾ ഇവിടെ വന്ന് ഈ ലൈവൊക്കെ ചെയ്യുമ്പോൾ അവർ ഇതിനിടയിൽ വ്യായാമം ചെയ്യുകയായിരുന്നു. അതിൻ്റെ ഒരു കൗതുകം തോന്നി. കാരണം നമ്മൾ വലിയ തരത്തിലുള്ള ഫീസൊക്കെ കൊടുത്തുള്ള ജിംനേഷ്യങ്ങളിലൊക്കെ പുറത്തുണ്ട്. പക്ഷേ സാധാരണ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നടത്തം മാത്രമല്ല, നടത്തത്തിനൊപ്പം തന്നെ വിവിധ തരത്തിലുള്ള ഈ വർക്കൗട്ടുകൾ കൂടി ആവശ്യമാണ് എന്ന് ഇപ്പോൾ ഡോക്ടർമാർ തന്നെ സജഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ കുട്ടികളും രക്ഷകർത്താക്കളും ഒക്കെ വന്ന് സ്ത്രീകളടക്കം വന്ന് ഒരു ഓപ്പണായ ഒരു ജിമ്മിൽ അവർ ഈ പറയുന്ന എക്സസൈസ് ചെയ്യാനുള്ള, വ്യായാമം ചെയ്യാനുള്ള സൗകര്യമുണ്ട് എന്നതാണ്. നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം. ഞാൻ ഈ ലൈവിനിടയിൽ ഇവരെ പരിചയപ്പെട്ടിരുന്നു. ഇവരോട് തന്നെ ചോദിക്കാം. നമ്മൾ രാവിലെ വന്നപ്പോൾ ഈ ലൈവ് ചെയ്യുന്ന ഘട്ടത്തിൽ തന്നെ നിങ്ങൾ രണ്ടുപേരും ഉണ്ടായിരുന്നു, മറ്റു ചിലരും ഇവിടെ ഉണ്ടായിരുന്നു. സ്ഥിരമായി ഇവിടെ എത്താറുണ്ടോ? ഇപ്പോൾ കുറച്ച് അടുത്ത കാലത്തായിട്ട് സ്ഥിരമായിട്ട് എത്താറുണ്ട്. അതുപോലെ വൈകുന്നേരമൊക്കെ ഒത്തിരി പേര് വരുന്നുണ്ട്. ഇപ്പോൾ ഈ ആരോഗ്യ പ്രശ്നങ്ങൾ തന്നെയാണ്. അപ്പം ഈ വന്ന ഇടയ്ക്ക് ഇപ്പോൾ നമ്മളിവിടെ അടുത്തുള്ള ഒരു ചെറുമുക്കിലുള്ള ഒരാൾ മാവനാണ് പറഞ്ഞത്, ഇതുപോലെ മറ്റേ സാധാരണ അല്ലാതെ ജിമ്മിലൊക്കെ പോകുമ്പോൾ 1000 രൂപ അളവ് കൊടുക്കണം. ഇപ്പോൾ ഇവിടെ അത്യാവശ്യം വർക്കൗട്ട് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് വൈകുന്നേരം വരാൻ പറഞ്ഞ് അങ്ങനെ വന്ന് നോക്കിയപ്പം കൊള്ളാം. അങ്ങനെ ഇപ്പോൾ സ്ഥിരമായിട്ട് വരുന്നുണ്ട്. സ്ഥിരമായി രാവിലെ തന്നെയാണ്? അല്ല, രാവിലെ അല്ല, വൈകുന്നേരമാണ് കൂടുതൽ വരണം. അപ്പോൾ ഇപ്പം ഇന്ന് അവധിയായതുകൊണ്ട് മോളും കൂടെ വരാമെന്ന് പറഞ്ഞ് അങ്ങനെ മോളുമായിട്ട് വന്നതാണ്. അവള് ഇന്നിപ്പോൾ 2 ദിവസമായുള്ളൂ വന്ന് തുടങ്ങിയിട്ട്. ചെയ്യുന്നുണ്ട്. അതെ. വന്നേ ആദ്യ ദിവസമാണ്. ഓക്കെ. എങ്ങനെ, എന്തൊക്കെയാ ചെയ്യുക ഇവിടെ വന്നിട്ട്? ഇതെല്ലാം ഉപയോഗിക്കാൻ പഠിച്ചോ? ഇഷ്ടമാണോ ജിമ്മിൽ വരുന്നത്? നീ അടുത്ത ദിവസം കൂട്ടുകാരോടെ ഒക്കെ പോയി പറഞ്ഞ് അവരെല്ലാം കൂടെ കൊണ്ടുവരുമോ? രാവിലെ നടന്നിട്ടാണോ വരുന്നത്, അല്ല നേരെ വന്ന് ജിമ്മിൽ വരും? എത്ര ക്ലാസ്സിലായി ഇപ്പം മോള്? 3ാം ക്ലാസ്സിലായി. അപ്പം അച്ഛനൊപ്പം ഇന്ന് സ്ഥിരമായി ജിമ്മിൽ വരും അല്ലേ? അപ്പം ഇങ്ങനെ ഈ ഓപ്പണായിട്ടൊരു ഈ സ്ഥലം ഉള്ളതുകൊണ്ട് അത് നല്ലതല്ലേ? കണ്ടിട്ടെങ്ങനെ തോന്നുന്നു പാർക്കിലൊക്കെ പോയിരിക്കും പോലെ? കൊള്ളാം അല്ലേ? സിന്ധൂരി, ഇതൊരു പോസിറ്റീവായ വാർത്തയാണ്. കാരണം കുട്ടിയും രക്ഷകർത്താവും അച്ഛനും മകളും ഒക്കെ ആയി ഒന്നിച്ച് ഇവിടെ വന്ന് വ്യായാമം ചെയ്യാനുള്ള സൗകര്യം ഈ ഓപ്പൺ ജിമ്മിലുണ്ട് എന്ന കാര്യം. മറ്റൊന്ന്, വൈകിട്ട് വലിയ തിരക്കായിരിക്കുമെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞതാണ്. വൈകിട്ട് കാരണം ജോലി സമയമെല്ലാം കഴിഞ്ഞ ശേഷം വീട്ടമ്മമാരൊക്കെ എത്തുന്ന ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ്. ഇത് നമുക്ക് പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട സ്ഥലമല്ല, ആറ്റുകാലാണ്. ആറ്റുകാലിൽ ഈ ജംഗ്ഷൻ ആറ്റുകാൽ അമ്പലത്തിലേക്ക് വരുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇവിടെ സൗകര്യപ്രദമായി തന്നെ എല്ലാ ഉപകരണങ്ങളും ഉപയോഗിക്കാൻ കണക്കിനുള്ള ഒരു ജിമ്മുണ്ട്. ഒപ്പം തന്നെ നമുക്കൊരു കാര്യം കൂടി പറഞ്ഞു വേണം ഇത് അവസാനിപ്പിക്കുക. കാരണം കഴിഞ്ഞ LDFിൻ്റെ മേയർ ആര്യ രാജേന്ദ്രൻ്റെ നഗരസഭ, ആറ്റുകാലിലെ കൗൺസിലറായിട്ടുള്ള
ഉണ്ണി ഇപ്പോൾ ആ ഉണ്ണിയുടെ കാലത്താണ് ഈ ഒരു ഓപ്പൺ ജിമ്മ് ഇവിടെ സ്ഥാപിക്കുന്നത്. അന്ന് തന്നെ വലിയ തരത്തിലെ സ്വീകാര്യത ഈ ജിമ്മിനെ സംബന്ധിച്ചുണ്ടായിരുന്നു. ഇനി പുതിയ ഭരണസമിതി വന്നു. BJP ആണ് ഇപ്പോൾ തലസ്ഥാന നഗരം ഭരിക്കുന്നത്. ഇത്തരത്തിലുള്ള പൊതു ഇടങ്ങൾ അവർ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യും, അവർ പരിപാലിക്കുമെന്ന കാര്യം ഇനി കാത്തിരുന്ന് കാണേണ്ടതാണ്. പുതിയ ജിമ്മുകൾ ഉണ്ടാവുമോ, നിലവിലുള്ള ജിമ്മുകൾ അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകുമോ? കഴിഞ്ഞ ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ട മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട വലിയ വിവാദം കേരളത്തിൽ ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം തന്നെ വലിയ പ്രതിഷേധമുണ്ടായി. കാരണം ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ട് മാലിന്യം ഉടൻ തന്നെ, പൊങ്കാല കഴിഞ്ഞ് ഉടൻ തന്നെ മാറ്റുന്നതാണ് കഴിഞ്ഞ വർഷങ്ങളായി തുടർച്ചയായി നടന്നത്. ഇന്ന് ആറ്റുകാൽ അമ്പലത്തിൻ്റെ പരിസരത്ത് കാലടി വിവിധ ഭാഗങ്ങളിലൊക്കെ തന്നെ വീണ്ടും ചവർ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്ന അവസ്ഥ, കുന്നുകൂടി കിടക്കുന്ന അവസ്ഥ. KSRTCയുടെ ഇടത്തിലേക്ക് മാലിന്യം കൊണ്ട് തള്ളി അവിടെ നിന്ന് മാറ്റാത്ത അവസ്ഥ. KSRTC ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നഗരസഭയ്ക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട്. അത്തരമൊരു സാഹചര്യത്തിൽ കഴിഞ്ഞ LDF സർക്കാർ കൊണ്ടുവന്ന ഒരു ഓപ്പൺ ജിമ്മിൽ നിന്നുകൊണ്ട് അത്തരം കാര്യങ്ങൾ കൂടി പറയേണ്ടതുണ്ട്. അതിൻ്റെ തുടർച്ച ഇനി BJP ഭരിക്കുന്ന നഗരസഭയിൽ ഉണ്ടാകുമോ, ഇത്തരം പൊതു ഇടങ്ങൾ ഉണ്ടാകുമോ എന്ന കാര്യം കൂടി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൂടി ഈ ഘട്ടത്തിൽ ചേർത്ത് വായിക്കേണ്ടതാണ്. സിന്ധൂരി. തീർച്ചയായും നിർബൻ പറഞ്ഞതുപോലെ തന്നെ ഇത്തരത്തിൽ ഈ ഒരു സമയത്ത് ഈ വിഷയങ്ങൾ താരതമ്യം ചെയ്തുകൊണ്ട് മനസ്സിലാക്കുക, പോവുക, ആ കാഴ്ചകളിലേക്ക് പോവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തിനേയും ഏതിനേയും എതിർക്കുന്നത് അല്ലെങ്കിൽ രാഷ്ട്രീയ വൈരാഗ്യം വെച്ചുകൊണ്ട് നടപ്പിലാക്കിയ കാര്യങ്ങളെയെല്ലാം പുറന്തള്ളി മുന്നോട്ട് പോകുന്ന ഒരു നഗരസഭ നേതൃത്വമാണ് ഇന്നുള്ളത്. അവിടെ ഇത്തരത്തിലുള്ള ഓപ്പൺ ജിമ്മുകൾ, ഇത്തരത്തിലുള്ള ഇടങ്ങൾ ഏതൊക്കെ രീതിയിൽ പരിപാലിക്കപ്പെടും എന്നുള്ളത് ഒരു ചോദ്യമായി മാറുകയാണ്. എന്തായാലും നിലവിൽ അത് വളരെ ഭദ്രമായി ഭംഗിയായി പോകുന്നു, എല്ലാവരിലേക്കും എത്തുന്നു എന്നുള്ളത് ആ ഒരു കാഴ്ച ഏറെ മനോഹരമാണ് നിർബൻ. അത് ഈ ഒരു ദിവസം നമ്മളിലേക്ക് എത്തുമ്പോൾ നമുക്കും ആ ഒരു പോസിറ്റീവ് വൈബ് കിട്ടുകയാണ്. ഒത്തിരി സന്തോഷം.